ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മാസ്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണേക്കാളും കുറവായിട്ട് പട്ടയും ഏലക്കയും പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വിസ്ക് യൂസ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, അതല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ ബട്ടറും ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ബന്നിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വാനില എസൻസും പട്ടയുടെയൊക്കെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ബട്ടർ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞാൻ 3 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ബണ്ണും എടുത്ത് നടുവേ കട്ട് ചെയ്ത് ഇതിലോട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ, ഇറാനി ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇറാനി ചായയുടെ റെസിപ്പി അടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലൂട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ 3 ബണ്ണും ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ഒരു ബാറ്ററിലോട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ചോക്ലേറ്റ് ബണ്ണും ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്